ഹൈദരാബാദിലെ ഹുസൈൻ സാഗർ തടാകം കാണാനാണ് നാം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് നിന്നും 2 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഹുസൈൻ സാഗർ ഹൈദരാബാദിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ്. ഈ തടാകം നഗരത്തിൻ്റെ 2 ഭാഗങ്ങളെ സിക്കന്ദരാബാദും ഹൈദരാബാദും പരസ്പരം ബന്ധിപ്പിക്കുന്നു. ഏഷ്യയിലെ ഏറ്റവും വലിയ കൃത്രിമ തടാകമായ ഹുസൈൻ സാഗർ തടാകം AD 1562 ഇബ്രാഹിം കുലി കുത്തുബ് ഷായുടെ ഭരണകാലത്ത് ഖനനം ചെയ്ത് നിർമ്മിച്ചതാണ്. മൂസി നദിയുടെ കൈവഴിയിൽ നിർമ്മിച്ച ഈ തടാകത്തിന് ഹുസൈൻ ഷാ വാലിയുടെ പേരാണ് നൽകിയിരിക്കുന്നത്. ഹുസൈൻ സാഗർ തടാകം ആദ്യം നഗരത്തിൻ്റെ ജലസേചന ആവശ്യങ്ങളും മറ്റ് ജല ആവശ്യങ്ങളും നിറവേറ്റുന്നതിനായിട്ടാണ് നിർമ്മിച്ചത്. 1930 വരെ ഇതേ ആവശ്യത്തിനായി അത് ഉപയോഗിച്ചു വന്നിരുന്നു. കിഴക്ക് ഇന്ദിര പാർക്ക്, വടക്ക് സഞ്ജീവയ്യ പാർക്ക്, തെക്ക് ലുംബിനി പാർക്ക് എന്നിവയുമായി അതിർത്തി പങ്കിടുന്ന തടാകം ഏതൊരു നഗരത്തിനും നടുവിൽ കണ്ടെത്താൻ കഴിയാത്ത ഒരു അപൂർവ ക്രമീകരണമാണ് അവതരിപ്പിക്കുന്നത്. വെള്ളത്തിൻ്റെ ഒഴുക്ക് നിയന്ത്രിക്കാൻ നിർമ്മിച്ച ബണ്ടും ഇതിൻ്റെ കരയിലുണ്ട്. ഈ കൃത്രിമ തടാകം ഇപ്പോൾ നഗരത്തെ മനോഹരമാക്കുന്നു. സൗന്ദര്യത്തിന് മാത്രമല്ല, ചരിത്രപരമായ ബന്ധത്തിനും ഇത് അറിയപ്പെടുന്നു. ഈ ഹുസൈൻ സാഗർ തടാകത്തിൻ്റെ തീരത്ത് മുഗളന്മാരും ഗോൽക്കൊണ്ടക്കാരും തമ്മിൽ ഉടമ്പടിയും ഒപ്പുവെച്ച ചരിത്രമുണ്ട്. തടാകത്തിൻ്റെ നടുവിൽ 16 മീറ്റർ ഉയരവും ഏകദേശം 350 ടൺ ഭാരവുമുള്ള ബുദ്ധഭഗവാന്റെ ഒരു വലിയ പ്രതിമ കാണാം. വെള്ള ഗ്രാനൈറ്റ് കൊണ്ട് നിർമ്മിച്ച ഈ പ്രതിമ ജിബ്രാൾട്ടർ പാറയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പ്രതിമയിലെ ലൈറ്റിംഗ് ഷോ കാണേണ്ട ഒന്ന് തന്നെയാണ്. കൂടാതെ തടാകത്തിനു ചുറ്റും വിവിധ പ്രശസ്ത വ്യക്തികളുടെ 30ഓളം പ്രതിമകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഒരു പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമായ ഹുസൈൻ സാഗർ തടാകം എല്ലാ പ്രായത്തിലുമുള്ള സന്ദർശകരെ ആകർഷിക്കാൻ കെൽപ്പുള്ള ഒന്നുകൂടിയാണ്. ഒരു ഫാമിലി പിക്നിക് ആയാലും, സുഹൃത്തുക്കളുമായോ ജീവിത പങ്കാളിയുടെ ഒപ്പമുള്ള ഉല്ലാസയാത്രയായാലും ഈ തടാകം എല്ലാ ഹൈദരാബാദികളും സന്ദർശിക്കുന്ന ഒന്നുകൂടിയാണ്. തടാകത്തിലെ ബോട്ടിംഗ് തികച്ചും ആസ്വാദ്യകരമാണ്. ഹുസൈൻ സാഗർ തടാകത്തിൽ സ്പീഡ് ബോട്ടുകൾ, മോട്ടോർ ബോട്ടുകൾ തുടങ്ങി നിരവധി ബോട്ടിംഗ് ഓപ്ഷനുകളും ലഭ്യമാണ്. തടാകത്തിൻ്റെ മറ്റൊരു പ്രധാന ആകർഷണം 48 സീറ്റുള്ള ലോഞ്ചാണ്. ഇത് അതിഥികൾക്ക് അത്താഴവും ആവശ്യമെങ്കിൽ സ്വകാര്യ പാർട്ടികൾക്കും ലഭ്യമാണ്. ഹുസൈൻ സാഗർ തടാകത്തിൽ പാരാസെയിലിങ്ങും വാട്ടർ സ്കീയിങ്ങും നടത്താനുള്ള ഓപ്ഷൻസും ലഭ്യമാണ്. എന്നിരുന്നാലും ഈ പ്രവർത്തനങ്ങളുടെ സമയവും ലഭ്യതയും കാലങ്ങളിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. തടാകത്തിൽ യാത്ര ചെയ്യുന്നത് സന്ദർശനത്തെ കൂടുതൽ ആസ്വാദ്യകരമാക്കുന്നു. ഹുസൈൻ സാഗർ തടാകവും ഒരു നല്ല സ്ഥലമാണ് ഏതൊരു യാത്രികനെ സംബന്ധിച്ചിടത്തോളം സന്ദർശിക്കാനായി. നഗരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് എളുപ്പത്തിൽ എത്തിച്ചേരാവുന്നതും ലോക്കൽ ട്രെയിനുകളും ബസ്സുകളും ടാക്സികളും ഓട്ടോകളും നന്നായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഒന്നുകൂടിയാണിത്. തടാകക്കരയിൽ എത്തിക്കഴിഞ്ഞാൽ യാത്രികർക്ക് ഹൈദരാബാദിലെ മറ്റു വിനോദസഞ്ചാര സ്ഥലങ്ങൾ പര്യവേഷണം ചെയ്യാനും കഴിയും. ബിർള മന്ദിർ, NTR ഗാർഡൻ എന്നിവ ഇവയിൽ വളരെ പ്രധാനവും അടുത്തുള്ളതുമാണ്. താൽപ്പര്യമുള്ളവർക്ക് ജലവിഹാർ വാട്ടർ പാർക്കിനൊപ്പം ഹുസൈൻ സാഗർ സന്ദർശിക്കാം. വാട്ടർ ഗെയിമുകളുടെ ആവേശവും തടാകത്തിൻ്റെ ശാന്തമായ സജ്ജീകരണവും സമന്വയിപ്പിച്ച ഒരു മികച്ച ദിവസത്തെ ഔട്ടിങ്ങിനായി ഇത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ആഴ്ചയിൽ എല്ലാ ദിവസവും ഈ തടാകം സന്ദർശിക്കാവുന്നതാണ്. ഹുസൈൻ സാഗർ തടാകത്തിൻ്റെ സമയക്രമം ആണ് ഏറ്റവും കൂടുതൽ ആകർഷണം ഉള്ളത്. രാവിലെ 8 മുതൽ രാത്രി 10 വരെയാണ് ഇവിടുത്തെ സന്ദർശന സമയം. തടാകത്തിൻ്റെ അരികിൽ കൂടിയുള്ള റോഡുകളിലൂടെയുള്ള ലളിതമായ ഒരു ലോങ് ഡ്രൈവ് പോലും തികച്ചും ഉന്മേഷം പകരുന്ന ഒന്നാണ്. ഇങ്ങനെ തടാകത്തിലൂടെ ഉള്ള ബോട്ടിംഗ് നടത്തി ബുദ്ധപ്രതിമയും കണ്ട് കുറച്ച് സമയം അവിടെ ചിലവഴിച്ചതിന് ശേഷം തിരികെ നാം തടാകക്കരയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്.
രാത്രിയുടെ മനോഹരമായ കാഴ്ചയാണ് ഈ യാത്രയെ കൂടുതൽ മനോഹരമാക്കുന്നത്. തടാകത്തിന് അരികിൽ സ്ഥിതി ചെയ്യുന്ന ഭരണസിരാ കേന്ദ്രം ഒരു വളരെ ആകർഷണീയമായ ഒന്നുകൂടിയാണ്. പൊൻവെളിച്ചത്തിൽ മിന്നിത്തിളങ്ങുന്ന ഭരണസിരാ കേന്ദ്രം ഏതൊരു യാത്രികനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആഹ്ലാദകരമായ കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. ഭരണസിരാ കേന്ദ്രത്തിൻ്റെ വെള്ളത്തിൽ പതിയുന്ന പ്രതിബിംബം ഏതൊരുവിനെയും ആകർഷിക്കുന്ന ഒന്നുകൂടിയാണ്. ചുറ്റും രാത്രിയുടെ വെളിച്ചത്തിൽ മിന്നിത്തിളങ്ങുന്ന തടാകവും ഈ തടാകക്കരയിലൂടെ ഓടി തീർക്കുന്ന വാഹനങ്ങളും എല്ലാം വളരെയേറെ ആകർഷകമായ ഒരു കാഴ്ചാനുഭവമാണ് ഏതൊരു യാത്രികനെ സംബന്ധിച്ചിടത്തോളം നൽകുന്നത്. 32 ഹെക്ടർ പ്രദേശത്ത് പടർന്നു കിടക്കുന്ന ഈ തടാകത്തിൻ്റെ ഏറ്റവും കൂടിയ ആഴം 36 മീറ്ററാണ്. പണ്ടൊക്കെ ജലത്തിൻ്റെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനുമായിട്ടാണ് തടാകം ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് അത് ജലവിനോദത്തിനു വേണ്ടിയും ഇവിടെ എത്തുന്ന പ്രവാസികളെ ആകർഷിക്കുന്ന ജലവിനോദങ്ങൾക്ക് വേണ്ടിയുമാണ് ഉപയോഗിക്കുന്നത്. ഹൈദരാബാദ് സന്ദർശിക്കുന്ന ഏതൊരു യാത്രികനും തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് ഈ ഹുസൈൻ സാഗർ തടാകവും അതിലെ ബോട്ടിങ്ങും. ഓരോ ദിവസവും അനേകായിരം യാത്രികരാണ് ഇവിടെ സന്ദർശിക്കുന്നതും ഇവിടുത്തെ ഈ മനോഹര കാഴ്ചകളിലേക്ക് എത്തുന്നതും. അങ്ങനെ ഹുസൈൻ സാഗർ തടാകത്തിലൂടെയുള്ള ബോട്ടിങ്ങും കഴിഞ്ഞ് ബുദ്ധപ്രതിമയും കണ്ട് കുറേ സമയം ബുദ്ധപ്രതിമയുടെ അടുത്ത് ചിലവഴിച്ചതിന് ശേഷം യാത്രാ സംഘത്തിലെ അംഗങ്ങളെല്ലാവരും ഒത്തിരിയേറെ സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടി തിരികെ തടാകക്കരയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്.